ഈ ഈ ഒരു ഭാഗം ദ്വിതീയ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയാൻ വിട്ടുപോയി. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. കാരണം എല്ലാ പുരാണങ്ങളുടെയും ലക്ഷണം എന്താണ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ലാസ്റ്റ് അധ്യായത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തര കഥ, ഈശാനുകഥ, നിരോധോ, മുക്തി, ആശ്രയം. ഇങ്ങനെയാണ് 10 ലക്ഷണങ്ങൾ. ഈ 10 ലക്ഷണങ്ങളും അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ പുരാണങ്ങൾക്കും ഉള്ളതാണ് ഈ 10 ലക്ഷണം. പുരാണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ 10 എണ്ണം. ഇതിൽ ചുരുക്കി ഇങ്ങനെ പറഞ്ഞു പോണേ, സർഗം എന്ന് പറഞ്ഞാൽ ബേസിക് എലമെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സ് ഇതിൻ്റെ ക്രിയേഷനാണ്. പ്രധാനമായിട്ട് ഭാഗവതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളിൽ പോവുകയാണെങ്കിൽ ഒരു 24 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആൻഡ് കാലം എന്ന ശക്തി, അങ്ങനെ 25ആയിട്ടാണ് പറയുന്നത്. ആ ബേസിക് എലമെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ അങ്ങനെ സർഗം. വിസർഗം എന്ന് പറഞ്ഞാൽ ഈ 25 എലമെൻറ്റ്സ് ഉപയോഗിച്ച് ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവൻ്റെ ഓരോ ഫോർമേഷൻ, ഓരോരുത്തരും ഓരോ ജീവനുകൾ അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച് ഭഗവാനിൽ ലയിച്ചിരുന്ന ജീവനുകൾ പുറത്തേക്ക് വരുന്നത്. അതാത് സ്ഥലങ്ങളിൽ പ്രളയത്തിന് ശേഷം ഈ കൽപ്പം തുടങ്ങുമ്പോൾ പുറത്തേക്ക് വരുന്ന, അതായത് ആ ക്രിയേഷൻ്റെ ആ ഒരു ഇതാണ് വിസർഗത്തിൽ വരുന്നത്. അതായത് വാസനാപരമായി ജഗത്ത് എങ്ങനെ വികസിക്കുന്നു എന്നുള്ളത് വിസർഗം. സ്ഥാനം എന്നുള്ളത് ഭഗവാന്റെ ഈ സ്ഥൂല രൂപമാണ്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് സ്ഥാനം. അത് പിന്നെ പോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എങ്ങനെ ഈ ഭക്തന്മാരെ പോഷിപ്പിച്ച് കൊണ്ടുവരുന്നു, എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്ന് പറയുന്നൊരു ഭാഗമാണ് പോഷണം. പിന്നെ ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസനയാണ്. ഓരോ ജീവൻ്റെയും വാസനപരമായിട്ട് നമ്മളെങ്ങനെ ഈ ജഗത്തിൽ റിയാക്ട് ചെയ്യുന്നു ഓരോന്നിനും എന്നുള്ള നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിനെ കാണിക്കുന്നതാണ് ഊതി, കർമ്മവാസനയാണ്. പിന്നെ മന്വന്തരാനുകഥ എന്ന് പറഞ്ഞാൽ മന്വന്തരങ്ങളിലൂടെ ഉണ്ടായ ഭഗവാന്റെ അവതാരങ്ങൾ. ഈശാനുകഥ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭക്തന്മാരുടെ ഒരു വംശപരമ്പരയും അതിലുണ്ടായ പ്രധാനപ്പെട്ട ഭക്തന്മാരുടെ അവരുടെ ചരിത്രമാണ് ഈശാനുകഥ. നിരോധം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിരോധിക്കുന്ന സ്ഥലമാണ്. പ്രപഞ്ചത്തിലെ ബാഹ്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പുട്ടിങ് എ ബ്രേക്ക് ടു ഇറ്റ് ആണ് നിരോധം. പിന്നെ മുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മോക്ഷം, മുക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്ഥലമാണ് മുക്തി. പിന്നെ അവസാനത്തതാണ് ആശ്രയം. ആശ്രയം എന്ന് പറഞ്ഞാൽ സർവ്വതിനും ബേസിക് ആയി ആശ്രയമായിരിക്കുന്ന ഒരു ഇതിപ്പോൾ എങ്ങനെയാണെന്ന് പറയാന്ന് വെച്ചാൽ ഇത് ഓരോന്നിനും ഇപ്പോൾ സർഗം തുടങ്ങാൻ പോകണം ഇനി തൃതീയ സ്കന്ധത്തിൽ, വിസർഗം ചതുർത്ഥ സ്കന്ധം, സ്ഥാനം പഞ്ചമസ്കന്ധം, പോഷണം ഷഷ്ഠസ്കന്ധം, ഊതി എന്ന് പറഞ്ഞ കർമ്മവാസനയാണ് സപ്തമസ്കന്ധം, അഷ്ടമസ്കന്ധം മന്വന്തര കഥ, നവമസ്കന്ധം ഈശാനുകഥ, ദശമസ്കന്ധമാണ് നമ്മുടെ നിരോധം. അത് കഴിഞ്ഞാൽ ഏകാദശസ്കന്ധം മുക്തിയാണ്, ദ്വാദശസ്കന്ധം ആശ്രയമാണ്. അങ്ങനെ 10 ലക്ഷണങ്ങളാണ് 10 സ്കന്ധങ്ങളായി ഇനി വരാൻ പോണത്. അതിലൊരു കാര്യമുണ്ട്, ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം എന്നൊരു ശ്ലോകം ഉണ്ട് അതിൽ കഴിഞ്ഞ ദ്വിതീയ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അതായത് ഈ 10ാമത്തെ ആയ ആശ്രയം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ 9 ലക്ഷണങ്ങൾ പറയുന്നത്. ഈ 10ാമത്തേൻ്റെ 9 ലക്ഷണങ്ങളാണ് ഇത്ര, ബാക്കി 9 എണ്ണം. അങ്ങനെ ആ അവസാനത്തെ ആ ഒരു ഇത് മനസ്സിലാവാൻ, അവസാനത്തെ 10ാമത്തെ ലക്ഷണമാകുന്ന ആശ്രയം മനസ്സിലാവാനാണ് മറ്റേ 9 എണ്ണം കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം ഇഹ ലക്ഷണം. 9 എണ്ണം ഈ 10ാമത്തേൻ്റെ ലക്ഷണങ്ങളാണ്. അതിന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള
ചവിട്ടുപടികളായിട്ട് വേണമെങ്കിൽ കരുതാം. ഇത് ഈ ഒരു അധ്യായത്തിലുള്ളത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരു രണ്ടാമതൊരു സപ്പോർട്ടിങ് വീഡിയോ ആയിട്ട് ഇടുകയാണ്.